ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവം മുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ കൃപ ചോദിച്ചു വാങ്ങി ദൈവത്തിൻ്റെ മക്കൾക്ക് തരുവാൻ പരിശുദ്ധ ദൈവം എന്നെ പിന്നെയും പ്രാപ്തനാക്കിയതിന് ദൈവസന്നിധിയിൽ നിന്ന് കർത്താവിനെ ഞാൻ വാഴ്ത്തി വണങ്ങി സ്തുതിക്കുന്നു. ഒപ്പം ദൈവമക്കൾക്കെല്ലാവർക്കും വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആത്മീക ചിന്തകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രതീക്ഷയോടെ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, പ്രബോധിപ്പിച്ച് ഉണർത്താൻ, നിങ്ങളുടെ വിഷയങ്ങളിൽ പരിഹാരം ദൈവമായ കർത്താവിനാൽ സംഭവിക്കുവാൻ ആത്മാവ് താൻ ഇന്നത്തേക്ക് തന്നിരിക്കുന്ന ദൈവിക ചിന്തയ്ക്ക് ആധാരവാക്യം ഞാൻ തിരുവെഴുത്തിൽ നിന്ന് വായിക്കട്ടെ. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 33 മുതൽ 37 വരെ ഞാൻ വായിച്ചേക്കാം. ശ്രദ്ധിക്കൂ. 1 ശമൂവേൽ 17-ാം അധ്യായം 33 മുതൽ 37 വരെ. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോട് കൂടെയിരിക്കും എന്ന് പറഞ്ഞു. സംഭവം ഞാൻ 3-4 വാക്യങ്ങൾ വായിച്ചു. ഏലാ താഴ്വരയിൽ ഗോലിയാത്തുമായിട്ടുള്ള വലിയ സമരപ്പോരിന് ദാവീദ് അംഗം കുറിക്കാൻ ഇറങ്ങി നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായി അഭിഷേകം തലയിലുള്ള ദാവീദിന് അവസരവും ദൈവമായ കർത്താവ് ഒരുക്കുകയാണ്. ആ ചിന്ത ഒന്നോടെ നിങ്ങൾ കേട്ടോ. തലയിൽ അഭിഷേക തൈലം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവസരവും ദൈവം തരും. ഒരു പ്രതീക്ഷയില്ലാത്തൊരു നാഴികയിൽ അഭിഷേകത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ഒരവസരം ദാവീദിന് കൊടുക്കുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ യുദ്ധപ്പാളയത്തിൽ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യമന്നിൽ എതിരെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന വേളയിൽ ശൗൽ രാജാവും സൈന്യവും പരാജയം ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ ദാവീദിനെ ദൈവം രംഗത്ത് കയറ്റിവിടുകയാണ്. ദാവീദ് വന്ന് ഈ കാര്യം ഏറ്റെടുത്ത് രാജാവായിരിക്കുന്ന ശൗലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ വാക്ക് 33-ാമത്തെ വാക്യത്തിനകത്ത് ആദ്യത്തെ വാക്ക് ശൗൽ ദാവീദിനോട് പറയുകയാണ്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നിരുത്സാഹത്തിൻ്റെ വാക്ക്. അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്, നീ ഒരു ബാലനാണ്, നിനക്കതിന് കഴിയില്ല, നിനക്കതിന് പ്രാപ്തിയില്ല, നിനക്കത് ചെയ്യാൻ കഴിയില്ല, നീ ഇതിൽ ജയിക്കുകയില്ല, നീ പരാജയപ്പെടുകയുള്ളൂ, നീ വിചാരിക്കുന്ന പോലല്ല എന്ന് പറഞ്ഞ ശൗൽ രാജാവ് ദാവീദിനെ നിരുത്സാഹപ്പെടുത്തി ദാവീദിനെ പുറകോട്ട് പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ആ വാക്യം നമ്മൾ വായിച്ച വേദഭാഗങ്ങൾ വായിച്ച് 37-ാം വാക്യം അവസാനിക്കുമ്പോൾ പോകണ്ട, നിനക്ക് പ്രാപ്തിയില്ല എന്ന് 33-ാം വാക്യത്തിൽ പറഞ്ഞ ശൗല് 37-ാം വാക്യത്തിൽ പറഞ്ഞു, പോകുക, ചെല്ലുക. 37-ൽ പറയുന്നു, യഹോവ നിന്നോട് കൂടെ ഇരിക്കും. അപ്പോ പോകരുത്, പ്രശ്നമാണ്, നിനക്ക് പ്രാപ്തിയില്ല, കഴിവില്ല എന്ന് പറഞ്ഞവന്റെ വാഗൊണ്ട് ചെല്ലുക, ദൈവം നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറയിപ്പിച്ച സംഗതി എന്തെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ എൻ്റെ ചിന്തയിൽ ദാവീദിൻ്റെ കരിയർ, നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ തെളിയുകയാണ്. ഇവിടെ പോയാൽ ഒരുപക്ഷെ ജീവിതം തന്നെ പാളുകയാണ്. ഇവിടെ പോയാൽ ഒരുപക്ഷെ മുന്നോട്ടുള്ള ഗമനങ്ങളെ തന്നെ ബാധിക്കുക. ഇവിടെ വാസ്തവത്തിൽ ആരാണ് ദാവീദിനെ സപ്പോർട്ട് ചെയ്തത്? രാജാവും കൂടെ നിൽക്കുന്നവരും ചേട്ടന്മാരും ആ പാളയത്തിലെ മുഴുവൻ ആളുകൾ
മുമ്പോട്ട് നയിക്കുന്നതിന് പകരം പുറകോട്ട് പിടിക്കുകയാണ്. പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷേ ദാവീദിനെ ഇവിടെ ആരാണ്, എന്താണ്, ഏത് വസ്തുതയാണ് മുമ്പോട്ട് നയിച്ചത്? അത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഇവിടെ പിന്തുണയ്ക്കാൻ ആരുമില്ല, ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. പറയുന്നതെല്ലാവരും ആ ഗോലിയാത്തിൻ്റെ മഹത്വമാണ്. അവന് ഭയങ്കര കഴിവുണ്ട്, അവൻ്റെ കയ്യിൽ ആയുധമുണ്ട്, അവൻ സായുധ സന്നാഹത്തോടെ വന്നിരിക്കുന്നത്. അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്, അവൻ ഒന്ന് നോക്കിയാൽ നീ തീരും, അവനൊന്ന് തൊഴിച്ചാൽ നീ തീരും, അവൻ തുമ്മിയാൽ തീരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം കൊടുത്ത അവസരത്തെ അവൻ്റെ കരിയർ ഡെവലപ്പാകാൻ ആരാണ് സപ്പോർട്ട് ചെയ്തത്? ആരാണ് സപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ, അവിടെ അവനെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരാരും ഒരക്ഷരം മിണ്ടുന്നില്ല. അവരാരെങ്കിലും പറഞ്ഞാൽ മതി, ദാവീദേ സ്തോത്രലി രാജാവേ, എൻ്റെ അനിയന കുഴപ്പമൊന്നുമില്ല, അവൻ ചെയ്യും, ഒന്നും ആർക്കും പറയാൻ പറ്റില്ല, അവരെ കുറ്റം പറയുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ സൂക്ഷിച്ച് ദൈവവചനത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കണ്ട സത്യം പറയാം. ഇവിടെ ദാവീദിനെ പിന്തുണച്ചത് ദാവീദിന്റെ മുൻകാല അനുഭവങ്ങളാണ്, മുൻകാല സാക്ഷ്യങ്ങളാണ്. എന്താണ് ആ സാക്ഷ്യം? എന്താണ് ആ അനുഭവം? ദാവീദ് ബാലനായിരിക്കുന്ന സമയത്ത്, ഇപ്പോഴേ ദാവീദ് ബാലനാണ്, ഇതിനേക്കാൾ ചില നാളുകൾക്ക് മുമ്പ് ഇതിനേക്കാൾ ബാലനായിരുന്ന സമയത്ത് കാട്ടിൽ ആടുകളെ തീറ്റി നടക്കുമ്പോൾ തൻ്റെ ആടിന് നേരെ ഒരു കരടിയും സിംഹവും വന്നു. സുപ്രസിദ്ധമായിരിക്കുന്ന വേദപുസ്തക സംഭവമാണ്. പക്ഷെ ആ സംഭവത്തെ ഇന്ന് നിങ്ങൾ ചിലരുടെ മനസ്സിന് ഉറപ്പിക്കാൻ, നിങ്ങൾക്കത് സാധ്യമാകുമെന്ന് പറയാൻ, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. മക്കളെ, നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് പണിതെടുക്കാൻ പറ്റും. ആരും സപ്പോർട്ടില്ലെങ്കിലും, ആരും സഹായത്തിനില്ലെങ്കിലും, ആരും പ്രോത്സാഹിക്കാനില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ ഇന്നലകളിലെ തീച്ചൂളയിൽ താണ്ടി കയറി വന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ നായകനാക്കി മാറ്റിയ ആ അനുഭവങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കഠിന വേളയിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളെ പുറകോട്ട് വലിക്കാൻ ഒരു രാജാവിനും പറ്റില്ല, ഒരു മന്ത്രിക്കും പറ്റില്ല, ഒരു അധ്യാപകനും പറ്റില്ല, ഒരനുഭവങ്ങൾക്കും പറ്റില്ല. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഒരു അസാധാരണ മനുഷ്യനായി മാറും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ചിന്തയിൽ ആ ചിന്ത ദൈവാത്മാവ് തരിക. എന്നെ കേൾക്കുന്ന സഹോദര, നീ ഇന്നൊരു അപകട മേഖലയിലായിരിക്കും. എൻ്റെ പ്രിയ സഹോദരി, നീ ആകപ്പാടെ മനസ്സിടിഞ്ഞ് ഭാരപ്പെട്ട് നിന്റെ ജീവിതം തീർന്നു, നിനക്കിനി പണ്ടത്തെ പോലെ ജീവിക്കാൻ പറ്റില്ല, നീ തളർന്നു ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുന്നേക്കാൻ പോലും ത്രാണിയില്ലാതെ കിടക്കുകയായിരിക്കും. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, നീ ഒന്ന് ഓർത്തു നോക്കിയേ, നിന്റെ ഇന്നലകളിൽ, നീ പഠിച്ച കാലത്ത്, നീ വളർന്ന കാലത്ത്, നീ ഏറ്റവും സങ്കടപ്പെട്ട കാലത്ത്, നീ ഊരിപ്പോരാൻ പറ്റാത്ത വലിയ കുരുക്കിലകപ്പെട്ട കാലത്ത്, നീ സിംഹത്തിൻ്റെ മുമ്പിൽ, കരടിയുടെ മുമ്പിൽ അകപ്പെട്ട കാലത്ത്, ഈ സമയത്ത് കരടിയും സിംഹത്തിൻ്റെ രണ്ട് സ്വഭാവം ഞാൻ പറയാം. സിംഹം വയലൻ്റ് ആണ്, രണ്ടും വയലൻ്റ് ആണ്. പക്ഷേ സിംഹം ആക്രോശിച്ചുകൊണ്ട്, ക്രുദ്ധഭാവം കാണിച്ചുകൊണ്ട്, ഭയങ്കരമായിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു വില്ലൻ റോളിൽ കയറി വരുന്ന സിംഹം. കരടിയാകട്ടെ പമ്മി പതുങ്ങി ഒരാക്രോശത്തോടെ, അട്ടഹാസത്തോടെ, ഒരു ക്രൂരഭാവത്തോടല്ല, വളരെ തന്ത്രപരമായി സൗമ്യതയിൽ കയറി വന്ന് പിടിച്ചാൽ പിടിവിടാത്തതാണ്. ക്രൗര്യമായിട്ടും ശൗര്യമായിട്ടും കയറി വരുന്ന സിംഹവും തന്ത്രപരമായിട്ട് സൗമ്യതയുടെ മുഖം മൂടി ധരിച്ചു വരുന്ന കരടിയും, ഇതിനെ രണ്ടിനെയും ദാവീദ് രാജാവ് സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിട്ടുകൊടുക്കാതെ രക്ഷിച്ച അനുഭവങ്ങൾ പിന്നത്തേതിൽ അവന് ഗുണം ചെയ്തെങ്കിൽ സ്വർഗത്തിലെ ദൈവം രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഇന്ന് നീ കഷ്ടത്തിലാണെങ്കിൽ, ഇന്ന് നീ പ്രയാസത്തിലാണെങ്കിൽ, ഇന്ന് നീ ബുദ്ധിമുട്ടിലാണെങ്കിൽ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ, കൈത്താങ്ങൽ തരാൻ ആരുമില്ലെങ്കിൽ, സ്വർഗം പറയുന്നു നിന്റെ ജീവിത അനുഭവങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യും. നിന്റെ ജീവിതത്തിൽ ഇന്നലകൾ നീ സഹിച്ച, തരണം ചെയ്ത ചില വിഷയങ്ങൾ ഓർത്തു നോക്കിയേ, അത് നിന്നെ പിന്തുണയ്ക്കാൻ തുടങ്ങിയാൽ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1000 പ്രസംഗത്തെക്കാൾ ശക്തിയുണ്ട് നിങ്ങളുടെ ഒരു അനുഭവത്തിന്, നിങ്ങളെ വിടുവിച്ച വിടുതലിന്, നിങ്ങൾ കയറി വന്ന, നിങ്ങൾ ജയിച്ചു കയറിയ അനുഭവത്തിന്. ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പകൽക്കാലം ദൈവസ്ഥനിൽ നിന്നുകൊണ്ട് പറ, ഞാൻ ജയിക്കും, ഞാൻ തളരില്ല, ഞാൻ തോക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറയാൻ. ജീവിതത്തിൽ ഇന്നലകളിൽ തന്ന അനുഭവങ്ങൾ എന്തിനാണെന്നറിയാമോ? പിടിച്ചു കയറാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാ. ഇന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ
നാളെ നിങ്ങൾക്കൊരു പ്രയാസം നേരിടുമ്പോൾ, നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊരു കഷ്ടത്തിലാകുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ ബുദ്ധിമുട്ടിലാകുമ്പോൾ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കുടുംബക്കാരും വരാതിരിക്കുമ്പോൾ, ഡോക്ടർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റാതിരിക്കുമ്പോൾ, സൈക്യാട്രിസ്റ്റിന് നിങ്ങളെ സഹായിക്കാൻ പറ്റാതിരിക്കുമ്പോൾ, പണത്തിനോ പണക്കാർക്കോ രാഷ്ട്രീയക്കാർക്കോ നിന്റെ കുടുംബക്കാർക്കോ നിന്നെ സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ, കണ്ടു നിൽക്കുന്നവരെല്ലാം പോകണ്ട മക്കളെ പോകണ്ട എന്ന് പറയുമ്പോൾ, സ്വർഗം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നിന്റെ കുടുംബം, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ ജീവിതം, നിന്റെ ജോലി, നിന്റെ ഭാവി, നിന്റെ യാത്ര, ഇതിനു വേണ്ടി നീ നിനക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ല, സഹായിക്കാൻ ആരുമില്ല. പക്ഷേ ഇന്നലകളിലെ ഏതൊക്കെയോ അനുഭവങ്ങളുണ്ട്. നീ അനുഭവങ്ങൾ എടുത്തു വെച്ച് സ്തോത്രം ചെയ്ത് മനസ്സിനോട് പറഞ്ഞേ, നമ്മളെ സഹായിച്ചൊരു ദൈവമുണ്ട്. ഇവിടെ എന്താ ശൗലിനോട് പറഞ്ഞിട്ട് പോകുന്നത്? സ്തോത്രം, സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് എന്നെ രക്ഷിച്ച എൻ്റെ ദൈവം ഈ അഗ്രചർമ്മിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ആ ഒരു ബലം തന്നത് ഒരു ബൈബിൾ ക്ലാസ് അല്ല, ആ ഒരു ബലം തന്നത് ഒരു തിയോളജി ബുക്കല്ല, പിന്നെയോ ജീവിതത്തിൻ്റെ അനുഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് തരുന്ന പിന്തുണ എത്ര വലുതാണെന്നറിയാമോ? ഇന്ന് പകലിൽ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോൾ നീ അതിനെ പൂമാലയിട്ട് സ്വീകരിക്കണം. എന്തുകൊണ്ടാണ്? നാളെ നിന്റെ ഇതിനേക്കാൾ വലിയ വിഷയത്തിൽ ഈ ജയം നിന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. ഈ അനുഭവം നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു, ഇവിടെ നീ തളരരുത്, ഇവിടെ നീ വീഴരുത്, ഇവിടെ നീ വിട്ടുകൊടുക്കരുത്. ഇന്നത്തെ അനുഭവങ്ങളിൽ ജയിക്കണം. ഈ അനുഭവം നാളെ നിന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ വിജയം നിനക്ക് തരുവാൻ, നിന്നെ സപ്പോർട്ട് ചെയ്യാനിടയായി തീരും. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നു, ജയിക്കാൻ വേറെ മാർഗമില്ലാതെ വരുമ്പോൾ, സ്തോത്രം, അവസാനത്തെ പിടി എന്ന വണ്ണം എൻ്റെ അനുഭവങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കും, കർത്താവേ, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, എൻ്റെ ഏകാന്തതകൾ, എൻ്റെ ഒറ്റപ്പെടലുകൾ, എന്നെ പലരും തള്ളിക്കളഞ്ഞത്, ഞാൻ വാടകയ്ക്ക് താമസിക്കേണ്ടി വന്നത്, എൻ്റെ ജോലി പോയിട്ട് കഷ്ടപ്പെട്ട് പോരുമ്പോൾ പോയി ചാവടാന്ന് പറഞ്ഞപ്പോൾ ചാവാറ നിൽപ്പം കൃപ തന്നത്, നാളുകളിൽ എൻ്റെ യുദ്ധമുഖത്ത് എന്നെ സഹായിക്കും, എൻ്റെ ജീവിത അനുഭവങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിചാരിച്ചു, ആരും സഹായമില്ലാത്തിടത്ത് നിൻ്റെ അനുഭവങ്ങൾ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഓരോ അനുഭവങ്ങളെയും പാഴാക്കരുത്, ഓരോ അനുഭവങ്ങളെ ശപിക്കരുത്. ഭക്തന്മാരുടെ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളാണ്. അത് ശാപമല്ല, അത് ട്രാജഡി അല്ല, അത് നാളത്തേക്കുള്ള നിന്റെ പാസ്വേഡാണ്. ജീവിതത്തിൽ ആരാണ് ഇവിടെ രക്ഷിച്ചത്? ശൗൽ രാജാവ് ആദ്യം പറഞ്ഞു, പോകണ്ട, നിനക്ക് പ്രാപ്തിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പൊയ്ക്കൊള്ളാൻ ആശീർവാദത്തോടെ പറഞ്ഞയച്ചത്, അങ്കി ഊരിക്കൊടുത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? സ്തോത്രം, അവൻ്റെ ആധാർ കാർഡ് കാണിച്ചപ്പോഴല്ല, അവനെക്കുറിച്ച് ആരാണ്ടൊക്കെ വന്ന് വലിയ കാര്യം പറഞ്ഞപ്പോഴല്ല, സ്വന്തം അനുഭവത്തിൻ്റെ ചാക്കുകെട്ടഴിച്ച് ആ ചാക്കുകെട്ടിനകത്ത് നിന്ന് അവൻ്റെ അനുഭവത്തിൻ്റെ 2 ഏടെടുത്തിട്ട് കൊടുത്തപ്പോൾ രാജാവ് പറഞ്ഞു, നിനക്കത് സാധിക്കും, പോയി വരിക. ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ മനസാക്ഷി നിന്നോട് പറയും, നിന്റെ മനസ്സ് നിന്നോട് പറയും, നീ പോയി ചാവാനല്ല, തളരാനല്ല, പോയി വരിക എന്ന് നിന്നോട് പറയത്തക്ക രീതിയിൽ നിന്നെ ബലപ്പെടുത്തുവാൻ സ്വർഗം തന്ന സാക്ഷ്യങ്ങളെ നീ ഫ്രെയിം ചെയ്ത് വെക്ക്. അത് മുറുകെ പിടിച്ചോണ്ട് പറ, ഞാൻ തളരില്ല, തോക്കില്ല, ജീവിത സമരത്തിൽ വീഴില്ല, ദൈവം എന്നെ സഹായിക്കും. ആത്മാവിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് തന്നു. ആ അനുഭവങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. ആരും അറിയാത്ത, ആരും കാണാത്ത കാട്ടിൽ, ആരും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് വെച്ച കരടിയെയും സിംഹത്തെയും ജയിച്ചത്. എന്നാൽ ആ അനുഭവങ്ങൾ ഒരു വലിയ പടക്കളത്തിലെ ജയാളിയാക്കി മാറ്റാൻ, ദാവീദിനെ ആൾക്കൂട്ടത്തിന് നടുവിൽ ജയാളിയാക്കി മാറ്റാൻ സഹായിച്ചെങ്കിൽ, ആരും അറിയാതെ ഒറ്റക്കിരുന്ന് സഹിച്ച കഷ്ടങ്ങൾ, ആരും അറിയാതെ ഒറ്റക്കിരുന്ന് നേരിട്ട സാക്ഷ്യങ്ങൾ, അത് ഞങ്ങളെ പബ്ലിക്കിന്റെ ഇടയിൽ വിജയതാരമാക്കി മാറ്റാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പാസ്വേഡാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ദൂതിനായി സ്തോത്രം. ഒരുപാട് കഷ്ടപ്പെടുന്ന, ഒരുപാട് ഡിപ്രഷനിലായിരിക്കുന്ന, ഒരുപാട് തളർന്നിരിക്കുന്ന, എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് വിചാരിച്ച് മനസ്സടിഞ്ഞിരിക്കുന്ന, പലരും നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഈ വാക്കും ഈ വചനം കൊണ്ട് ദൈവം ശക്തിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കത് കഴിയും. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കത് സാധ്യമാകും. സ്വർഗത്തിലെ ദൈവം തന്ന സാക്ഷ്യങ്ങൾക്കും അനുഭവങ്ങൾക്കുമായി സ്തോത്രം. കർത്താവേ, പാട്ടുകാരോ പാടിയതുപോലെ സ്തോത്രം. കർത്താവേ, അങ്ങേ അറിയുവാൻ ഞങ്ങൾക്ക് തന്ന എല്ലാ മുള്ളുകൾക്കായി, എല്ലാ മുൾക്കിരീടങ്ങൾക്കായി, എല്ലാ കുരിശുകൾക്കായി നന്ദി കർത്താവേ. ആ കുരിശും മുള്ളും മുൾക്കിരീടവും ഞങ്ങളെ ഇന്ന് ജയാളികളാക്കി, ഞങ്ങളെ ജീവിതത്തെ
നേരിടാൻ ശക്തരാക്കി. അതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. കഷ്ടം സഹിക്കുന്ന, തോൽവിയുടെ കരിനിഴലിൽ നിൽക്കുന്ന, ഇനി ജീവിതമില്ലെന്ന് ശത്രു പറഞ്ഞിരിക്കുന്നവർ ഈ വചനത്താൽ ജയം പ്രാപിക്കട്ടെ. സ്വന്തം അനുഭവം കൊണ്ട് അവർ ജയിക്കട്ടെ. സ്വന്തം അനുഭവം അവരെ പിന്തുണയ്ക്കട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.